നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു 12 ദിവസങ്ങൾക്ക് മുമ്പ് 9 പോയിന്റിന് പുറകിലായിട്ട് പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനത്ത് നിന്ന ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. ആ സിറ്റി ഇന്ന് എത്തി നിൽക്കുന്നതോ 1ാം സ്ഥാനത്ത്. അതാണ് പെപ്പ് ഗാർഡിയോള മാജിക്. അപ്പോൾ പെപ്പിനോട് ചോദിക്കുന്നു, എന്താണ് ഇതിന് പുറകിൽ? ഭാഗ്യമാണോ? പെപ്പിൻ്റെ മറുപടി, ലൈഫിൽ ലക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ശരിയല്ലേ? പക്ഷേ ആ ലക്ക് നിങ്ങൾക്ക് അർഹതപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ, റൈറ്റ്? നോക്കുക, 28 ഷോട്ടുകൾ തീർക്കുന്നു. ആൻഡ് യു ഡു ദീസ് എവറി ഗെയിം. എല്ലാ കളിയിലും ഇങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ കളി ജയിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ടാവും, ദാറ്റ്സ് ഫോർ ഷുവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തമാശയായിട്ട് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള വിശദീകരണമാണ്. അതായത് കളി ജയിക്കാൻ ഒരു കളിയിൽ 27-28 ഷോട്ടുകളൊക്കെ അടിക്കുക, അതെല്ലാ കളിയിലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഗോളാവും. അതിന് പിന്നെ ഭാഗ്യം എന്ന് വിളിക്കാമെങ്കിൽ നിങ്ങൾ വിളിച്ചോ. ഇത് ചെയ്ത് കാണിച്ച് ജയിച്ച് കയറിയത് തന്നെയാണ് എന്നാണ് പെപ്പ് അവിടെ പറയുന്നതിൻ്റെ സാരാംശം. ഇപ്പോൾ എർലിംഗ് ഹാലൻഡ് വിജയത്തെക്കുറിച്ച് പറയുന്നു, ഇറ്റ്സ് ഓൾ അബൌട്ട് വിന്നിങ് നോ മാറ്റർ ഹൗ. എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളതല്ല, വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ശ്രമിച്ചു, വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചു. ദാറ്റ്സ് വാട്ട് യു ഹാവ് ഇൻ യുവർ മൈൻഡ് സെറ്റ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും. സിറ്റിയുടെ കാര്യത്തിൽ അവരിപ്പോൾ ഏതായാലും 1ാം സ്ഥാനം തിരികെ പിടിച്ചിട്ടുണ്ട്. അത് എന്ന് മുതൽ ഓഗസ്റ്റ് 22, 2025 ഓഗസ്റ്റ് 22 ശേഷം ആദ്യമായിട്ടാണ് സിറ്റി പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ആഴ്സണലിനെ 2ാമതേക്ക് തള്ളിയിരിക്കുന്നു. 33 കളി 2 ടീമിനും ഒരേപോലെയാണ്. 21 ജയം, 7 സമനില, 5 തോൽവികൾ, 70 പോയിൻ്റ് 2 ടീമിന് ഒരുപോലെ. 66 ഗോള് അടിച്ചു സിറ്റി, 63 ഗോളേ ആഴ്സണൽ അടിച്ചുള്ളൂ. അതാണ് വ്യത്യാസം. ഗോൾ ഡിഫറൻസ് പോലും ഒരുപോലെയാണ്, 37-37. അപ്പോൾ ഇനിയുള്ള കളികൾ വളരെ ക്രൂഷ്യലാണ്. കാലിടറാതിരിക്കുക, വിജയിച്ച് പോവുക. അതുപോലെ തന്നെ ഗോൾ ഡിഫറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സിറ്റിക്ക് ഇനിയുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ എവേർട്ടിനെതിരെ കളിയുണ്ട്, പ്രീമിയർ ലീഗിലെ കളികളാണ് പറയുന്നത്. ബ്രെൻഫോർഡിനെതിരെ കളിയുണ്ട്, ബേൺമൗത്തിനെതിരെ കളിയുണ്ട്, പാലസിനെതിരെ കളിയുണ്ട്, ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ള കളിയുണ്ട്. സോ എളുപ്പമല്ല കളികൾ. ഇനിയുള്ള മത്സരങ്ങൾ ഓരോന്നും വളരെ ക്രൂഷ്യലാണ്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.